വലം കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ മുന്നിൽ മണിത്താം. പരിചയം ഉണ്ടാവും. സഗ മപനേ എന്ന് പാടാം. സഗ മപ നീ സഗ മപനേ സ സ നീ പമ ഗ സ. വലം കാൽ ചിലമ്പുമായി വിരുന്നെത്തി എൻ്റെ മുന്നിൽ മണിത്താൻ ഒരു കിളിപ്പാട്ടുമൂളവേ. അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ട് പാടി, സ്വരങ്ങളൊക്കെ പാടി. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇത് നമ്മളുടെ കണക്ഷനാണ്. ഇതൊരു രാഗം, ഒരു പെർട്ടിക്കുലർ രാഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശ്യാമമേഘമേനി യദുകുല നി ബബ നീ നി സ സ സ സ. ശ്യാമമേഘമേനി നി ബബ യദുകുല രി നി ബബ നീ നി സ സ സ സ. ശ്യാമമേഘമേനി. ഈ രാഗത്തിൻ്റെ പേരാണ് ശുദ്ധധന്യാസി. ശുദ്ധധന്യാസി ഒരുപാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാഗങ്ങൾ, പാട്ടുകൾ ഉണ്ടാക്കിയുള്ള രാഗം. അതുപോലെ കീർത്തനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഹിമഗിരി തനയേ ഹേമലതേ അംബ ഈശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ ഹേമലതേ നിസഗ സ. അതുപോലെ പ്രിയ സഖി ഗംഗേ പറയൂ. ശുദ്ധധന്യാസി വളരെ മനോഹരമായ രാഗമാണ്. ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കുറച്ച് പാട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഈ രാഗം കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 72 മേളകർത്ത പട്ടികയിൽ 22ാമത്തെ ഒരു രാഗമുണ്ട്, ഖരഹരപ്രിയാവ് എന്ന് പറയുന്ന രാഗമുണ്ട്. അതിൻ്റെ ജന്യരാഗമാണ് അതിൽ നിന്നുണ്ടായിട്ടുള്ള രാഗമാണ് ശുദ്ധധന്യാസി. ഇതിൽ സ്വരങ്ങൾ ഉപയോഗിക്കുന്നത് ഷഡ്ജം കഴിഞ്ഞാൽ സഗ ചെറിയ ഗാന്ധാരം, അതായത് സാധാരണ ഗാന്ധാരം, പിന്നെ ചെറിയ മധ്യമം, ശുദ്ധ മധ്യമം, പിന്നെ പഞ്ചമം കഴിഞ്ഞാൽ ചെറിയ നിഷാദ, കൈശികി നിഷാദം എന്ന് പറയാം. അതിന് മുമ്പൊരു നിഷാദമുണ്ട്, പക്ഷെ നമ്മൾ പൊതുവേ പറയാം ചെറിയ നിഷാദം കൈശികി എന്നാണ് പറയുന്നത്. അല്ലാതെ അത് ആവശ്യം വരുന്ന യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശുദ്ധ നിഷാദം എന്നൊക്കെ പറഞ്ഞ് വേറെ ഉണ്ട്. പക്ഷേ ഇവിടെ കൈശികി നിഷാദം, ചെറിയ നിഷാദം. ഓക്കെ, അത് കേട്ടാണ് വലിയ നിഷാദത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ പാടിയാൽ കിട്ടുന്ന രാഗമാണ് ശുദ്ധ ധന്യാസി. ഇതിന് ഉദയരവി ചന്ദ്രിക എന്നൊരു പേരും കൂടെ പറയപ്പെടുന്നു. എന്തായാലും ഇതിൽ ഒരുപാട് പാട്ടുകൾ. നിസഗമ പരിസ. അതുപോലെ നമ്മളൊരു പാട്ടുണ്ട്, ഒരു തമിഴ് പാട്ടുണ്ട്, വളരെ എന്താ പറയുക, നിത്യശ്രീ പാടിയിട്ടുള്ളൊരു പാട്ട്, AR റഹ്മാൻ സാറിൻ്റെ സംഗീതത്തിൽ. കണ്ണോട് കാൺപതെല്ലാം തലവാ കൺகளுக்கு சொந்தமடி കൺகளுக்கு சொந்தമടി അല്ലേ? കേട്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് ശുദ്ധധന്യാസിയാണ് ഈ പാട്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ സഗമപ നിസനിപമ ഗ സഗമ കണ്ണോട് നിസഗമ പ നിസഗമ പ മഗ സ. അതുമാതിരി നേരത്തെ പറഞ്ഞു, ഒരു കിളിപ്പാട്ട് മൂളവേ മറുകിളിയേറ്റു പാടുമോ ലലലലാന തിരരരാര തിരരേ. അല്ലേ? അതുമാതിരി രവീന്ദ്ര മാഷിന് വേറൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ആരും ആരും
തൊട്ടു ഞാൻ താലല ലാരരീരീരീ. പെട്ടെന്ന് പാടുമ്പോൾ വേർഡ്സ് നമ്മൾ എഴുതി വെച്ചിട്ടല്ല പാടുന്നത്. ആ പാട്ടുകൾ ഇങ്ങനെ നമുക്ക് ഓർമ്മ വരുമ്പോൾ നമ്മൾ പാടും. അതുപോലെ രവീന്ദ്ര മാഷുടെ സൗപർണികാമൃത വീച്ചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും നാനേ ലാരവാദാരമ്മേ ജഗദംബികേ. ശുദ്ധസന്യാസിയാണ്. ശുദ്ധസന്യാസി എന്ന് പറയുമ്പോൾ അതിൽ അതുമാതിരി വേറൊരു പാട്ട് നമുക്ക് രാജീവം വിടരും നിൻമിഴികൾ കാശ്മീരം മുതിരും നിൻചൊടികൾ ധീരാനീ പ്രണയമായി നീ കേൾക്കാനായി. കുറച്ച് 80s പാട്ടാണ്, വേർഡിങ്സ് ഓർമ്മ വരുന്നില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ. അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ് സഗമപ നിസ നി പ മ ഗ സ സഗ. നമ്മൾ അതിനാണ് ഒരു ഗമം കൊടുത്തത്. സഗ മ പ നി സ എന്ന് പാടാം, അല്ലെങ്കിൽ സഗ മ പ നി എന്നും പാടാം. അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 22ാമത്തെ മേളകർത്ത രാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള രാഗമാണ് ശുദ്ധസന്യാസി. അതിൻ്റെ സ്വരങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ കുറച്ച് നമ്മൾ അതിൽ വരുന്ന സിനിമാ പാട്ടുകൾ പറഞ്ഞു, സ്വരസ്ഥാനങ്ങളൊക്കെ നമ്മൾ പാടി. അപ്പോൾ ഇനി എപ്പോഴെങ്കിലൊക്കെ ഇത്തരം ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, റൂട്ടിലൂടെയുള്ള സഞ്ചാരത്തിലൂടെയുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഓർത്ത് വയ്ക്കുക, അല്ലേ? സഗമപ പാപ്പ പരിസ സനി ഭമഗ നിസഗമപ നിസ സനി ഭമഗ സ. നമ്മൾ ആദ്യം പാടിയ പാട്ടായിരുന്നു ശ്യാമമേഘമേ നീ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, നീ നി സ സ സ സ സഗമപ യദകുല നരലാരിരാര നീ നി സ സ സ സ നി ഭമപ ധീര നനന കാളിന്തി തരത്തെ നീ നി സ സ സ സ, അല്ലേ? നി സഗ സഗമ ഗമപ പനി സഗ സ, അല്ലേ? നി സഗ സഗമ ഗമപ പനി സഗ സ നനി നന ട ട ട ട ട. ഇതിൽ നമ്മൾ വേറെ ചില സ്വരങ്ങളൊക്കെ അതിലേക്ക് വയ്ക്കുമ്പോൾ രാഗം സ സ സഗ സഗ സഗമപ സഗമപ നി സ സനി സനി പമ ഗ ഗ സനി പമ ഗ ഗ. ഒരു അന്തരകാന്തരൊക്കെ ചേർത്ത് അത് ജോഗിലേക്കൊക്കെ പോകും. അതുപോലെ അങ്ങനെ അവരോഹണത്തിൽ. അപ്പം നമ്മൾ ഇത് വളരെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. പക്ഷേ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂഡ് തന്നെയാണ് തരുന്നത്. അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എങ്കിൽ പോലും വളരെ അന്തരമുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും പാടിക്കഴിഞ്ഞാലും. അപ്പോൾ ഇന്നത്തെ ഈ രാഗാൻ സോങ്സ് എന്നുള്ളൊരു ടിപ്സ്. ഇനിയും ഒരുപാട് പാട്ടുകൾ ഉണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്ന കുറച്ച് പാട്ടുകളായിട്ട് നമ്മൾ ഒരു സംഗീത സല്ലാപം നടത്തി. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ മറ്റൊരു വീഡിയോസായിട്ട് വരാം. താങ്ക് യു വെരി മച്ച്.